ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ദനാങ്ങിലാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധിസ്റ്റ് പഗോഡയിലോട്ടാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു 67 മീറ്റേഴ്സ് ടോളായിട്ടുള്ളൊരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചു ലേഡി ബുദ്ധയുടെയാണ്. നിങ്ങൾക്കിപ്പോൾ ദൂരെ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു വലിയ സ്റ്റാച്ചു. അതാണ് ലേഡി ബുദ്ധയുടെ സ്റ്റാച്ചു. നമുക്ക് പോയി നോക്കാം. ഇതുള്ളത് സൻഡ്ര പെനിസുലയിലാണ്. സൻഡ്ര പെനിസുലയിലെ ലിങ് ഉങ് പഗോഡയിലാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചു ഉള്ളത്. വിയറ്റ്നാമിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള സ്റ്റാച്ചു എന്ന് പറയുന്നത് ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചു ആണ്. ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചുയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലേഡി ബുദ്ധയുടെ സ്റ്റാച്ചുവിൻ്റെ ഹെഡിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഒരു ക്രൗണൊക്കെ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ഒരു 2 മീറ്റർ ഹൈറ്റിലൊരു ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ട്. അതുകൊണ്ട് ഇതിനിവിടെ പറയുന്നത് ബുദ്ധ ഇൻ ബുദ്ധ എന്നാണ്. അതായത് ഒരു ബുദ്ധയുടെ ഉള്ളിൽ വേറൊരു ബുദ്ധ, അങ്ങനെയാണ് ഈ സ്റ്റാച്ചുവിൻ്റെ മറ്റൊരു പ്രത്യേകത. ലേഡി ബുദ്ധ പറയുന്നത് ഗോഡസ് ഓഫ് മേഴ്സി എന്നാണ്. പിന്നെ ഇതൊരു കടലിൻ്റെ അടുത്തുള്ളൊരു രാജ്യമായതുകൊണ്ട് തന്നെ കടലിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവരെ രക്ഷിക്കുന്നത് ലേഡി ബുദ്ധയാണെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. (2004) തൊട്ട് 2010 വരെയുള്ള സമയത്താണ് ഈ ലിങ് ഉങ് പഗോഡയും ഈ ലേഡി ബുദ്ധയും കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മെയിനായിട്ട് ഇവരിവിടെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ രാജ്യത്തിനെ ടൈഫൂണിൽ നിന്ന് രക്ഷിക്കണം എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇവരിതിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിവിടെ എത്തി. ഇവിടുത്തെ എൻട്രി ഫീസ് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. ഇതാണ് ഇവിടുത്തെ പഗോഡ. ഇവിടെ 27 ബുദ്ധ സ്റ്റാച്യൂസ് ഉണ്ട് വർഷിപ്പിന് വേണ്ടിയിട്ട്. നമുക്കൊന്ന് നോക്കാം.
ഇതാണ് ലേഡി ബുദ്ധയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ലേഡി ബുദ്ധയുടെ തലയുടെ മുകളിലായിട്ടുള്ള ഏരിയയിൽ ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു ഉള്ളത്.